ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. 5ാം ക്ലാസ്സിലെ ദ ഹണി മാംഗോ ട്രീ എന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലെ കൂടുതൽ വീഡിയോസിന് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്താൽ മതി. 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് ഇവിടെ ആ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്താൽ ഏത് ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ലെസൺസ് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് നേരെ ലെസൺക്ക് വരാം. ദ ഹണി മാംഗോ ട്രീ എന്ന് വെച്ചാൽ തേന്മാവ്. മലയാളത്തിൽ ഒറ്റവാക്ക് പറഞ്ഞാൽ നല്ല മധുരമുള്ള മാങ്ങ എന്നാണ് ഉദ്ദേശിച്ചത്. തേന്മാവ് കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങ കിട്ടുന്ന മാവ്. ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം വായിക്കുകയാണ്. ദർ ആർ പീപ്പിൾ അറൗണ്ട് us who love nature and take care of it. ദർ ആർ പീപ്പിൾ, നമുക്ക് ചുറ്റും ആൾക്കാരുണ്ട് അല്ലേ. അറൗണ്ട് us ആണ് നമുക്ക് ചുറ്റും. അപ്പോൾ നമുക്ക് ചുറ്റും ജനങ്ങളുണ്ട്. ഹു ലവ് നേച്ചർ, അവർ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നു. ആൻഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് വെച്ചാൽ അതിനെന്ത് ചെയ്യുന്നു? കെയർ ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. ഇഫ് വി ടേക്ക് കെയർ ഓഫ് നേച്ചർ, നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചാൽ, വാട്ട് വിൽ ഇറ്റ് ഗിവ് us ഇൻ റിട്ടേൺ? ഇൻ റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ച്. നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചാൽ തിരിച്ച് അത് നമുക്ക് എന്ത് നൽകും? അതാണ് ചോദ്യം. റീഡ് ദ സ്റ്റോറി ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റോറി വായിക്കുക. അപ്പോൾ ഇത് ബഷീർ എഴുതിയ കഥയാണ് കേട്ടോ, തേന്മാവ്, ദ ഹണി മാംഗോ ട്രീ. അപ്പോൾ ഈ കഥയുടെ അവസാനം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്നും വായിക്കുന്നില്ല, നേരെ ലെസൺക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കഥയിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഒന്ന് നെരേറ്ററാണ്, ഈ കഥ പറയുന്ന ആൾ. 2 നെരേറ്ററിൻ്റെ അയൽവാസിൻ്റെ പേര് റഷീദ് എന്നാണ്. പിന്നെ റഷീദിൻ്റെ ഒരു മകനുണ്ട്, റഷീദിൻ്റെ ഒരു ഭാര്യയുണ്ട്. ഈ റഷീദ് ഒരു ടീച്ചറാണ്. അതേപോലെ തന്നെ റഷീദിൻ്റെ ഭാര്യയും ഒരു ടീച്ചറാണ്. അപ്പോൾ അവരെങ്ങനെയാണ് കല്യാണം കഴിച്ചത്, എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്നൊക്കെ ഈ കഥയുടെ പല ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫക്കീർ എന്ന് അതായത് ഫക്കീർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇസ്ലാം മതവിശ്വാസത്തിലെ ഒരു ഭിക്ഷു എന്ന് വേണമെങ്കിൽ പറയാം. മതപരമായിട്ട് കുറച്ചൊരു ഹയർ ലെവല് ജീവിക്കുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ വളരെ ദരിദ്രനായിരിക്കും. അപ്പോൾ ഇയാളും ഈ ഒരു കഥയിൽ വരുന്നുണ്ട്. ഇനി നേരെ കഥയിലേക്ക് വരാം. You know, this tree has a special place in my heart. Rashid, my neighbor, said to me as we stood under the mango tree. റഷീദ് നെറേറ്റർ എന്ന് പറഞ്ഞാൽ കഥ പറയുന്ന ആൾ കേട്ടോ. അപ്പോൾ റഷീദ് കഥ പറയുന്ന ആളോട്, നെറേറ്ററോട് പറയാം, റഷീദാണ് പറയുന്നത്, നിങ്ങൾക്കറിയോ, യു നോ ദിസ് ട്രീ, ഈ മരം ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ ഹാർട്ടിൽ, എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ഈ മരത്തിനുണ്ട്. എന്ന് വെച്ചാൽ ഈ ഹണി മാംഗോ ട്രീക്കുണ്ട്. റഷീദ് മൈ നെയ്ബർ സെഡ് ടു മീ, എൻ്റെ നെയ്ബർ, എൻ്റെ അയൽവാസി റഷീദിനോട് പറഞ്ഞു. ആസ് വി സ്റ്റുഡ് അണ്ടർ ദ മാംഗോ ട്രീ, ഈ മാംഗോ ട്രീയുടെ, ഈ തേന്മാവിൻ്റെ താഴെ ഞങ്ങൾ നിന്ന സമയത്താണ് റഷീദ് അങ്ങനെ പറഞ്ഞത്. റഷീദ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി, പിന്നെ ഒന്നും പറഞ്ഞില്ല. റഷീദ് പിന്നെ ഉണ്ടാകുന്നു. പോസ്റ്റ് ആസ് ഹിസ് സൺ, a young boy of 16 walked up with a plate of ripe mango slices. ആ സമയത്ത്, റഷീദിൻ്റെ മകൻ 16 വയസ്സ് പ്രായം തോന്നിക്കും, അങ്ങോട്ടേക്ക് വന്നു. ഒരു പ്ലേറ്റിൽ നിറയെ പഴുത്ത മാങ്ങ കഷ്ണങ്ങൾ കൊണ്ടാണ് വന്നത്. അതായത് ഈ മരത്തിലെ നല്ല മധുരമുള്ള മാങ്ങയാണല്ലോ, അത് കട്ട് ചെയ്തിട്ട് ഇവർക്ക് 2 പേർക്ക് കഴിക്കാനായിട്ട് കൊണ്ടുവരികയാണ്. റഷീദ് പോസ്റ്റ്, അവിടെ നിർത്തി, സംസാരിക്കുന്ന റഷീദ് നിർത്തിയപ്പോൾ ആസ് ഹിസ് സൺ, എ യങ് ബോയ് ഓഫ് 16, 16 വയസ്സുള്ള അയാളുടെ മകൻ, വാക്ക്ഡ് അപ്പ്, അങ്ങോട്ട് വന്നു, വിത്ത് എ പ്ലേറ്റ് ഓഫ് റൈപ്പ് മാംഗോ എന്ന് പറഞ്ഞാൽ പഴുത്ത മാങ്ങ, സ്ലൈസസ് കഷ്ണങ്ങൾ. അപ്പോൾ ഈ പഴുത്ത മാങ്ങ കഷ്ണങ്ങളായിട്ടൊരു പ്ലേറ്റിൽ ഇങ്ങനെ മകൻ വന്നപ്പോൾ പിന്നെ റഷീദ് ഇങ്ങനെ ഉണ്ടാതിരുന്നു. ഡിഡ് യു ലൈക്ക് ദ മാംഗോ? റഷീദ് ഇൻക്വയർഡ് ആഫ്റ്റർ ഐ ഹാഡ് മെയ്ഡ് എ ക്വിക്ക് ഫീസ്റ്റ് ഓഫ് ഇറ്റ്. അപ്പോൾ ഈ മാങ്ങ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഡിഡ് യു ലൈക്ക് ദ മാംഗോ? മാങ്ങ ഇഷ്ടപ്പെട്ടോ? റഷീദ് ഇൻക്വയർഡ് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു, അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചു, ആസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. റഷീദ് ചോദിച്ചു, മാങ്ങ ഇഷ്ടപ്പെട്ടോ? എപ്പോൾ? ആഫ്റ്റർ ഐ ഹാഡ് മെയ്ഡ് എ ക്വിക്ക് ഫീസ്റ്റ് ഓഫ് ഇറ്റ്. അപ്പോൾ ഞാനെന്താണ്, അത് കഴിച്ചു, ഞാൻ ഈ മാങ്ങ അങ്ങോട്ട് കഴിച്ച ഉടനെ എന്താണ്, റഷീദിനോട് ചോദിച്ചു, എന്താണ് ഈ ഇവിടെ ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സദ്യ എന്നുള്ള അർത്ഥം കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ മാങ്ങ കഴിച്ചതിന് ശേഷം റഷീദ് എന്നോട് ചോദിച്ചു, ഈ മാങ്ങ ഇഷ്ടപ്പെട്ടു, നല്ല മധുരമുണ്ടോ? ലൈക്ക് ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ഹണി. അപ്പോൾ നെറേറ്റർ പറയാണ്, ഓ അടിപൊളി മാങ്ങ, നല്ല മധുരം, ഒരു തേനെ പോലെ മധുരമുണ്ട്. ഡിഡ് യു പ്ലാന്റ് ദിസ് ട്രീ? ഈ മരം നിങ്ങളാണോ കുഴിച്ചിട്ടത്? നോട്ട് എക്സാക്ട്ലി,
പരിപൂർണമായിട്ടുമല്ല എന്നാണ് പറഞ്ഞത്. ദിസ് മാംഗോ ട്രീ ഹാസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. വളരെ രസകരമായൊരു കഥയുണ്ട് ഇതിൻ്റെ പിന്നിൽ, ഈ മാങ്ങ ഇവിടെ നിൽക്കുന്നതിന് പിന്നിൽ. ദാറ്റ് ഈസ് വൈ ഐ സെഡ് ഇറ്റ് ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. അതുകൊണ്ടാണ് ഈ മാങ്ങയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട് എന്ന് പറയാൻ കാരണം. റഷീദ് സ്റ്റാർട്ടഡ് ടെല്ലിങ് ദ സ്റ്റോറി. അങ്ങനെ ഈ മാങ്ങ ഇവിടെ വന്നതിൻ്റെ, ഈ മാവ് ഇവിടെ വന്നതിൻ്റെ കഥ റഷീദ് ഇനി പറയുകയാണ്. നോക്കാം. റഷീദ് പറയാണ്, ഇറ്റ് ഹാപ്പൻഡ് ലോങ് എഗോ. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ഇത് സംഭവിച്ചത്. ഐ വാസ് എ യങ് ബാച്ചിലർ. ഞാനൊരു യുവാവായിരുന്നു, അതുപോലെ ബാച്ചിലറായിരുന്നു, അവിവാഹിതനായിരുന്നു. ഐ ഹാഡ് ഗോൺ ടു വിസിറ്റ് മൈ യങ് ബ്രദർ ഹു വാസ് എ പോലീസ് ഇൻസ്പെക്ടർ. എൻ്റെ അനിയനെ കാണാൻ, എൻ്റെ അനിയൻ ആരായിരുന്നു? ഒരു പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ പോവുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. ഹി വർക്ക്ഡ് ഇൻ എ സ്മോൾ ടൗൺ എബൌട്ട് 75 miles away ഫ്രം ഹിയർ. എൻ്റെ അനിയൻ, പോലീസുകാരനായ എൻ്റെ അനിയന്, റഷീദ് പറയാണ്, എൻ്റെ അനിയന് എവിടെയാണ് താമസിച്ചിരുന്നത്? 75 മൈൽസ് അകലെ. ഞാൻ താമസിക്കുന്ന ഇവിടെ നിന്നും 75 മൈൽസ് അകലെയാണ് അവൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. വളരെ ചൂടുള്ള ഒരു ദിവസമായിരുന്നു. ഐ സെറ്റ് ഔട്ട് ഓൺ എ സ്ട്രോൾ ഇൻ ദ ഈവനിങ്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ യാത്ര പുറപ്പെട്ടു എന്നാണ്. ഓൺ എ സ്ട്രോൾ എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗം നന്നായിട്ട് കണ്ട് ആസ്വദിച്ച് നടക്കുന്നതിനെയാണ് ഓൺ സ്ട്രോൾ എന്ന് പറയാം. അപ്പോൾ ഞാനിങ്ങനെ നല്ല യാത്രയൊക്കെ നല്ല ആസ്വദിച്ച് ഇങ്ങനെ അങ്ങോട്ട് നടന്നു, അനിയൻ്റെ വീട്ടിലേക്ക് നടന്നു. ഇൻ ദ ഈവനിങ്, വൈകിട്ട്. ഐ ഹാഡ് നോട്ട് ഗോൺ ഫാർ വെൻ ഐ സോ എൻ ഓൾഡ് മാൻ ലയിങ് അണ്ടർ എ ട്രീ. ഒരുപാട് മുന്നോട്ട് പോയില്ല, അതാണ് ഐ ഹാഡ് നോട്ട് ഗോൺ ഫാർ. ഒരുപാട് മുന്നോട്ട് പോയില്ല. വെൻ ഐ സോ, ഞാൻ കണ്ടു. അപ്പോൾ ആരെ? എൻ ഓൾഡ് മാൻ, ഒരു വൃദ്ധനായ ആൾ. ലയിങ് അണ്ടർ എ ട്രീ, അയാൾ കിടക്കാണ്. ലയിങ് എന്ന് പറഞ്ഞാൽ കിടക്കുക. ലയിങ്ങിന് നുണ പറയാന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ, ഇവിടെ അതല്ല. കിടക്കുകയായിരുന്നു ഇയാൾ. അണ്ടർ എ ട്രീ, ഒരു മരത്തിന് താഴെ. ഹിസ് ബിയേർഡ് വാസ് ലോങ്. അയാളുടെ താടി, ബിയേർഡ് എന്ന് പറഞ്ഞാൽ താടി നീണ്ടതായിരുന്നു. ആൻഡ് ഹിസ് ഹെയർ ഓവർ ഗ്രോൺ. മുടിയൊക്കെ നന്നായിട്ട് നീട്ടി വളർത്തിയിരുന്നു. ഓവർ ഗ്രോൺ, നന്നായിട്ട് വളർത്തിയിരുന്നു. ഹി ലുക്ക്ഡ് അബൌട്ട് 80. അയാളെ കണ്ടാൽ ഏകദേശം 80 വയസ്സ് തോന്നിക്കും. ആസ് ഐ അപ്രോച്ച്ഡ് എന്ന് പറഞ്ഞാൽ സമീപിച്ചപ്പോൾ, ഈ വൃദ്ധനായ ആളുടെ അടുത്തേക്ക് ഞാൻ പോയപ്പോൾ, ഐ ഹേർഡ് ഹിം ഗ്രോണിങ് ഇൻ പെയിൻ. വേദനയിൽ ഇയാൾ ഇങ്ങനെ ഗ്രോൺ, എന്തൊക്കെയോ ഞെരങ്ങി സംസാരിക്കുന്നുണ്ട്, ഒരു ഞെരക്കം ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പെയിൻ, വേദനയിൽ. ഹി ലുക്ക്ഡ് ബാഡ്ലി ഇൽ എന്ന് പറഞ്ഞാൽ അസുഖം. അയാളെ കണ്ട വളരെയധികം അസുഖബാധിതനായിട്ട് കാണപ്പെട്ടു. എന്നിട്ട് അയാൾ പറയാ, ഗീവ് മീ സം വാട്ടർ സൺ. മകനെ, എനിക്കല്പം വെള്ളം തരൂ എന്ന് ഈ ഫക്കീർ പറയണം. ഹി സെഡ് ഇൻ എ ഹോഴ്സ് വിസ്പർ ആസ് ഹി സോ മീ. അയാൾ എങ്ങനെയാണ് വൃദ്ധനെ പറഞ്ഞത്? ഇൻ എ ഹോഴ്സ്. അയാളുടെ സൗണ്ട് വളരെ റഫായിരുന്നു. വിസ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദമാണ്. ഓക്കെ, മന്ത്രിക്കുന്ന പോലെ വളരെ ചെറിയ ശബ്ദത്തിൽ, എന്നാൽ വളരെ റഫായിട്ടുള്ള സൗണ്ടിൽ അയാൾ പറഞ്ഞു, എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ഇനി റഷീദ് തൊട്ടപ്പുറത്ത് വീട്ടിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി അതാണ് പറയുന്നത് അടുത്ത പാരഗ്രാഫിൽ. ഐ സോ എ പ്രെറ്റി യങ് വുമൻ സിറ്റിംഗ് അറ്റ് ദ സിറ്റ് ഔട്ട് ഓഫ് എ ഹൗസ് അക്രോസ് ദ റോഡ്. റോഡിനപ്പുറം ഒരു വീട്ടിൽ, അതിൻ്റെ സിറ്റ് ഔട്ടിൽ ഒരു പ്രെറ്റി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുള്ളായ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. റീഡിങ് എ പേപ്പർ, ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ആസ്ക്ഡ് ഹെർ ഫോർ സം വാട്ടർ. കുറച്ച് വെള്ളം വേണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഷി വാസ് പസിൽഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ്. ആ സ്ത്രീ ആകെ കൺഫ്യൂസ്ഡ് ആയി. ആസ് ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് അവേ വിത്ത് ദ പിക്ചർ ഓഫ് വാട്ടർ. പിക്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു ജഗ് എന്നാണ് അർത്ഥം കേട്ടോ. മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിക്ചർ ഓഫ് ജഗ്, പിക്ചർ എന്ന് പറഞ്ഞാൽ ജഗ്ഗാണ് കേട്ടോ. സോ പിക്ചർ ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ജഗ്ഗും കൊണ്ട് ഞാൻ, അപ്പോൾ ഈ സ്ത്രീ കരുതിയിട്ടുണ്ടായി ഇയാൾ കുടിക്കാൻ എന്നാണ്. എന്നാൽ ഇയാൾ കുടിക്കല്ല. ഈ റഷീദ് എന്ന് പറയുന്ന വ്യക്തി ആ വൃദ്ധൻ്റെ അടുത്തേക്ക് ഇതും കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഐ ടോൾഡ് ഹെർ എബൌട്ട് ദി ഓൾഡ് മാൻ. ആ വൃദ്ധനായ മനുഷ്യനെ കുറിച്ച് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു. ഷീ ഗോട്ട് അപ്പ്. അപ്പോൾ അവൾ പത്രം വായിക്കുന്നിടത്ത് എഴുന്നേറ്റു. ഗോട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു. ആൻഡ് കെയിം വിത്ത് മീ. എൻ്റെ കൂടെ ആ വൃദ്ധനായ ആളുടെ അടുത്തേക്ക് വന്നു. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്ക്രൈബ് ദി അപ്പിയറൻസ് ഓഫ് ദി ഓൾഡ് മാൻ. അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ രൂപം. അതുപോലെ തന്നെ അയാളുടെ അയാളുടെ ഒരു പ്രത്യക്ഷത്തിൽ എങ്ങനെയായിരുന്നു എന്നാണ്. ആ വൃദ്ധനായ മനുഷ്യൻ എങ്ങനെയായിരുന്നു?
ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ ഒരു പേജിൽ ഒന്നാമത്തെ പാരഗ്രാഫിൽ 1 2 3 4 5ാമത്തെ വരി നോക്കൂ. എങ്ങനെയായിരുന്നു ഇയാൾ? ഹിസ് ബിയേർഡ്, അതായത് ഡിസ്ക്രൈബ് ദ അപ്പിയറൻസ് ഓഫ് ദി ഓൾഡ് മാൻ ആട്ടോ. ഈ ഓൾഡ് മാൻ്റെ ഒരു അപ്പിയറൻസ് കാര്യങ്ങളാണ് പറയാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തുടങ്ങാം. 1 2 3 4 5 5ാമത്തെ വരി. ദി ഓൾഡ് മാൻ, ഐ സോ ആൻ ഓൾഡ് മാൻ. അവിടെ കണ്ടല്ലോ, അവിടെ ആൻ ഓൾഡ് മാൻ എന്നുള്ളിടത്ത് ദി ഓൾഡ് മാൻ വെച്ചുകൊണ്ട് തുടങ്ങിയാൽ മതി. ദി ഓൾഡ് മാൻ വാസ് ലൈയിങ് അണ്ടർ എ ട്രീ എന്ന് പറയുക. വാസ് ലൈയിങ് അണ്ടർ എ ട്രീ, ഹിസ് ബിയേർഡ് വാസ് ലോങ്, താടി നീണ്ടതായിരുന്നു. ആൻഡ് ഹിസ് ഹെയർ ഓവർ ഗ്രോൺ, ഹി ലുക്ക്ഡ് അബൌട്ട് 80 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് ഗ്രോണിങ് ഇൻ പെയിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറയാം. വേണമെങ്കിൽ ഹി വാസ് ബാഡ്ലി ഇൽ, ഇത്രയും കൂടെ പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വേർ വാസ് ദി യങ് വുമൺ സിറ്റിംഗ്, വാട്ട് വാസ് ഷീ ഡൂയിങ്? ആ ചെറുപ്പക്കാരിയായ സ്ത്രീ എവിടെയായിരുന്നു ഇരുന്നത്, എന്തായിരുന്നു അവൾ ചെയ്തിരുന്നത്? അപ്പോൾ രണ്ടാമത്തെ പാരാഗ്രാഫ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടല്ലേ, ഐ സോ എ പ്രെറ്റി യങ് വുമൺ. അപ്പോൾ നമുക്കിവിടെ എ പ്രെറ്റി യങ് വുമൺ എന്നുള്ളിടത്ത് നിന്ന് ദ പ്രെറ്റി യങ് വുമൺ വെച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. സോ ദ പ്രെറ്റി യങ് വുമൺ, സിറ്റിങ്ങിന് മുമ്പ് വാസ് കൂടെ ചേർക്കുക കേട്ടോ. ദ പ്രെറ്റി യങ് വുമൺ വാസ് സിറ്റിംഗ് അറ്റ് ദി സിറ്റ് ഔട്ട് ഓഫ് എ ഹൗസ് അക്രോസ് എ റോഡ് റീഡിങ് എ പേപ്പർ. എന്താണ് ചെയ്തിരുന്നത്? എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? വീട്ടിലെ സിറ്റ് ഔട്ടിലുണ്ടായിരുന്നു, പത്രം വായിക്കുക. അത് 2 കാര്യം ഒരു സെൻറ്റൻസിലുണ്ട്, അത്രയും പറഞ്ഞാൽ മതി. ഇനി അടുത്ത പേജിലേക്ക് പോകാം. വെൻ ഐ ഗേവ് ദ പിക്ചർ ഓഫ് വാട്ടർ ടു ദി ഓൾഡ് മാൻ, ഞാൻ ആ വൃദ്ധനായ ആൾക്ക് വെള്ളത്തിന് ജഗ് കൊടുത്തപ്പോൾ ഹി ഡിഡ് സംതിങ് അമേസിങ്. അമേസിങ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നത്. അയാൾ വളരെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം ചെയ്തു. സ്വാഭാവികമായിട്ടും ഇത്രയും ക്ഷണിച്ച് ദാഹിച്ചിരിക്കുന്ന ആ വ്യക്തി നേരെ വെള്ളം കുടിക്കുക ചെയ്യുക. പക്ഷെ അയാൾ അതല്ല ചെയ്തത്. ഹി ഗോട്ട് അപ്പ്, അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റു. വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി, ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. ഇൻസ്റ്റെഡ് ഓഫ് പകരം, ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് ദ വാട്ടർ, ആ വെള്ളം കുടിക്കുന്നതിന് പകരം ഹി വാക്ക്ഡ് അപ്പ് ടു എ വിതേർഡ് സാപ്ലിംഗ്. സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈ, വിതേർഡ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ, ഇവിടെ ആരർത്ഥം കൊടുത്താൽ മതി. ഒരു ഉണങ്ങിയ തൈ ഉണ്ടായിരുന്നു, ഓഫ് എ മാംഗോ ട്രീ. അവിടെ ഒരു ഉണങ്ങിയ ഒരു മാവിൻ തൈ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തേക്ക് ഇയാൾ പോയി. ഇനിയോ, ഇറ്റ് ഹാഡ് സ്പ്രൗറ്റഡ് ഫ്രം ദ സീഡ് വിച്ച് ഹാഡ് ബീൻ ത്രോൺ അവേ ബൈ എ വേഫെയറർ. അപ്പം ആ വഴി നടന്നു പോയ ഏതോ ഒരു യാത്രികൻ കഴിച്ച മാങ്ങയുടെ അതിൻ്റെ ആ ഒരു സീഡ്, അതിൻ്റെ വിത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിത്തിൽ നിന്ന് മുളച്ച ഒരു ചെറിയ തൈ അവിടെ ഉണ്ടായിരുന്നു, മാവിൻ തൈ. അതിലേക്ക് പോയിട്ട് ഇയാൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇറ്റ് ഹാഡ് സ്പ്രൗറ്റഡ്, സ്പ്രൗറ്റഡ് എന്ന് പറഞ്ഞാൽ മുളച്ചു. ദ സീഡ് വിത്ത് വിച്ച് ഹാഡ് ബീൻ ത്രോൺ അവേ ബൈ എ വേഫെയറർ. വേഫെയറർ എന്ന് പറഞ്ഞാൽ ആരാണ്? അതിലൂടെ ഒരു യാത്രികൻ, നടന്നു പോയൊരു വ്യക്തി എറിഞ്ഞ മാങ്ങയുടെ വിത്തിൽ നിന്നും ഉണ്ടായതായിരുന്നു അത്. ദി ഓൾഡ് മാൻ പൗഡ് ഹാഫ് ദ വാട്ടർ ഓൺ ഇറ്റ്. ആ ജഗ്ഗിലെ പകുതിയോളം വെള്ളം, പൗഡ് എന്ന് പറഞ്ഞാൽ POURED, പൗഡ് എന്ന് പറഞ്ഞാൽ ഒഴിച്ചു. ഹാഫ് ദ വാട്ടർ ഓൺ ഇറ്റ്, അതിലേക്ക് ഒഴിച്ചു വെള്ളം. ഹി വെന്റ് ബാക്ക് ടു ദ ട്രീ അണ്ടർ വിച്ച് ഹി ഹാഡ് ബീൻ റെസ്റ്റിംഗ്. എന്നിട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇയാൾ തിരികെ എവിടെയായിരുന്നോ കിടന്നത് ആ ട്രീയുടെ അടിയിലേക്ക് തന്നെ പോയി. ഹി സാറ്റ് ഡൗൺ, അദ്ദേഹം അവിടെ ഇരുന്നു. ഡ്രാങ്ക് ദ വാട്ടർ, വെള്ളം കുടിച്ചു. ആൻഡ് പ്രേയ്ഡ് സൈലൻ്റ്ലി, പതുക്കെ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയാം, ഐ ആം യൂസഫ് സിദ്ദീഖ് എ ഫക്കീർ. എൻ്റെ പേരെന്താണ്? യൂസഫ് സിദ്ദീഖ് എന്നാണ് എൻ്റെ പേര്. എ ഫക്കീർ, ഞാനൊരു ഫക്കീറാണ്. ഫക്കീർ എന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാം മതത്തിലെ സന്യാസി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഭിക്ഷു. അത് റിലീജിയസ്ലി ഭയങ്കര ഉയർന്ന ലെവലിൽ ജീവിക്കുന്ന ഒരാൾ, അതുപോലെ സാമ്പത്തികമായിട്ട് വളരെ താഴെയുള്ള ഒരാൾ. ഓക്കെ, അതാണ് ഇവിടെ അർത്ഥം ആക്കിയിട്ടുള്ളത് ഫക്കീർ. അപ്പോൾ യൂസുഫ് സിദ്ദീഖ് എന്നുള്ള പേരുള്ള ഫക്കീറാണ്. ദി ഓൾഡ് മാൻ സ്റ്റാർട്ടഡ് ടു സ്പീക്ക്, അയാൾ സംസാരിക്കാൻ തുടങ്ങി. ഐ ഹാവ് നോ കിത്ത് ആൻഡ് കിൻ എന്നാണ് പറയേണ്ടത്. ഇവിടെ ഓർ കിൻ ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, കിത്ത് ആൻഡ് കിൻ എന്നാണ് ഇംഗ്ലീഷിൽ ശരിക്കും പറയുക, കിത്തോർ കിൻ അല്ല. ഓക്കെ, അപ്പോൾ എന്താണ്, എനിക്ക് കിത്തോ കിന്നോ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് റിലേറ്റീവ്സും ഇല്ല, ഫ്രണ്ട്സും ഇല്ല, ബന്ധപ്പെട്ടവരാരും ഇല്ല, ഞാൻ ഒറ്റക്കാം. ഐ ഹാവ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ ടൈം ട്രാവലിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. എൻ്റെ ജീവിതത്തിലെ ബഹുഭൂരിപക്ഷ സമയവും ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് ചിലവഴിച്ചതാണ്. ഐ ആം റഷീദ്, ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ്. അപ്പോൾ നേരേറ്ററിൻ്റെ അയൽവാസിയായിട്ടുള്ള റഷീദാണല്ലോ ഫക്കീറിനെ കണ്ടത്, നേരേറ്റർ അല്ല കേട്ടോ. സോ ആ അയൽവാസി പരിചയപ്പെടുത്തി, ഞാൻ റഷീദ്, ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം എ സ്കൂൾ ടീച്ചർ, ഞാൻ സ്കൂൾ ടീച്ചറാണ്. അതിൽ അവിടെ ഉണ്ടായിരുന്ന യങ്
വുമണ് പറയാം, ഐ ആം അസ്മ, ദ യങ് വുമൺ സെറ്റ്, ഞാൻ അസ്മയാണ്, എൻ്റെ പേര് അസ്മ. ഐ ആം എ സ്കൂൾ ടീച്ചർ ടു, ഞാനും ഒരു സ്കൂൾ ടീച്ചറാണ്. ഗോഡ് ബ്ലെസ് യു, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആ ഫക്കീർ പറയുന്നു. ദി ഓൾഡ് മാൻ ലേ ഡൗൺ അഗെയിൻ, അയാളുടെ കിടന്നു. ഹി വാസ് ഡൈയിങ്, അങ്ങനെ അയാൾ മരിച്ചു. ഹി ബ്രെസ്റ്റ് ഹിസ് ലാസ്റ്റ്, അയാളുടെ അന്ത്യശ്വാസം വലിച്ചു. ബ്രെസ്റ്റ് ഹിസ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്ത്യശ്വാസം വലിച്ചു. ആസ് വി വാച്ച്ഡ്, ഞങ്ങളിത് നോക്കി നിന്നു. ഐ വെൻറ്റ് ഹോം ടു ഗെറ്റ് മൈ ബ്രദർ, അങ്ങനെ ഞാൻ ബ്രദറിൻ്റെ വീട്ടിൽ പോയി. ബ്രദറിനെ റഷീദിൻ്റെ ബ്രദർ ഇവിടെ പോലീസ് ഇൻസ്പെക്ടറാണല്ലോ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കൊണ്ടുവന്നു. വി ബറീഡ് ഹിം ഇൻ ദ ലോക്കൽ ഗ്രേവ് യാർഡ്. ലോക്കൽ ഗ്രേവ് യാർഡ് എന്ന് പറഞ്ഞാൽ അവിടെ ചുറ്റുഭാഗ അടുത്തുള്ള ഗ്രേവ് യാർഡ്, അത് ഖബർസ്ഥാനിൽ എന്താണ് ഇയാളെ മറമാടി. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് അമേസിങ് തിങ് ഡിഡ് ദി ഓൾഡ് മാൻ ഡു? ആ ഓൾഡ് മാൻ എന്ത് അമേസിങ് തിങ് കാര്യമാണ് ചെയ്തത്? എന്താ ചെയ്തത്? ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഹി പോർഡ് വാട്ടർ ഓൺ ടു ദ സാപ്ലിംഗ്, അല്ലേ? അല്ലെങ്കിൽ ഓൺ ദ സാപ്ലിംഗ്. ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് ഹി പോർഡ് ദ വാട്ടർ ഓൺ സാപ്ലിംഗ്. സാപ്ലിങ്ങിലേക്ക് ഇദ്ദേഹം ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ഈ അത്ഭുതപ്പെട്ട കാര്യം. ആ പിക്ചർ കാണാം. ബാക്കി ഭാഗം. ഐ ഹാഡ് ഫൗണ്ട് എ സം ഓഫ് 6 rupees ഇൻ ഹിസ് പോക്കറ്റ്. റഷീദ് പറയാം, അങ്ങനെ മരിച്ച വ്യക്തിയുടെ പോക്കറ്റിൽ 6 രൂപ, സം എന്ന് പറഞ്ഞ തുക ഞാൻ കണ്ടു, 6 രൂപ. അസ്മ ആൻഡ് ഐ പുട്ട് ഇൻ 5 rupees ഈച്ച്. ഞാനും 5 രൂപ എടുത്തു, അസ്മയും 5 രൂപ എടുത്തു. ഐ ബോട്ട് സ്വീറ്റ്സ് ഫോർ ദി എമൗണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര രൂപയായി? 5 5 10 6 16 രൂപയ്ക്ക് മിഠായി വാങ്ങി, സ്വീറ്റ്സ് ഫോർ ദി എമൗണ്ട്. ആൻഡ് അസ്മ ഡിസ്ട്രിബ്യൂട്ടഡ് ദം ടു ദ ചിൽഡ്രൻ അറ്റ് ഹർ സ്കൂൾ. ഇപ്പോൾ പഴയ കാലമാണ്, എനിക്ക് ഒരുപാട് മിഠായി കിട്ടും. അപ്പോൾ ആ സ്വീറ്റ്സ് എടുത്തിട്ട് എന്താണ്, രണ്ടു ടീച്ചേഴ്സ് ആണല്ലോ, കാരണം ഇയാളുടെ ആ ഒരു പൈസ അത് പിന്നെ എന്തെങ്കിലും ഉപകാരം വരട്ടെ, അതല്ലെങ്കിൽ ഇയാൾ മരിച്ചു പോയല്ലോ, ഇയാൾക്ക് ബന്ധുക്കളാരുമില്ല, അതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ച് മധുരം കൊടുക്കാൻ വിചാരിച്ചിട്ട് എന്താണ് ആ പൈസക്ക് സ്കൂളിൽ കുട്ടികൾക്ക് മിഠായി വാങ്ങിച്ചു കൊടുത്തു. അസ്മ വാട്ടേർഡ് ദ സാപ്ലിംഗ് എവറി ഡേ. എല്ലാ ദിവസവും ആ സാപ്ലിംഗ്, ആ തയ്യ് അസ്മ നനക്കും. ഇറ്റ് സൂൺ സ്പ്രൗട്ടഡ് ഫ്രഷ് ലീവ്സ്. പതുക്കെ പതുക്കെ അതിന് ലീവ്സ്, ഇലകൾ വരാൻ തുടങ്ങി. എ ലിറ്റിൽ ലേറ്റർ അസ്മ ആൻഡ് ഐ വേർ മാരീഡ്. റഷീദ് പറയാണ്, അല്പം കഴിഞ്ഞത് അസ്മയും ഞാനും വിവാഹിതരായി. വെൻ ഐ ബിൽഡ് ദിസ് ഹൗസ്, അങ്ങനെ ഞാൻ ഈ വീട് പണിതപ്പോൾ ഐ കെയർഫുള്ളി അപ്രൂറ്റഡ് ദ സാപ്ലിംഗ്. അപ്രൂറ്റഡ് എന്ന് പറഞ്ഞാൽ പിഴുതെടുത്തു, ശ്രദ്ധയോടെ വേരോടെ പിഴുതെടുക്കുന്നതാണ് അപ്രൂറ്റഡ്. അപ്പോൾ ഞാൻ കെയർഫുള്ളായിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മാങ്ങ തൈ അത് ഞാൻ അവിടെ പിഴുതെടുത്തു, ദ സാപ്ലിംഗ്, ആൻഡ് ബ്രോട്ട് ഇറ്റ് ഹോം. ഞാനത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അസ്മ ആൻഡ് ഐ പ്ലാന്റഡ് ഇറ്റ് ഹിയർ. ഇവിടെ ഞങ്ങളിത് കുഴിച്ചിട്ടു. വി വാട്ടേർഡ് ഇറ്റ് റെഗുലർലി. സ്ഥിരമായി ഞങ്ങളിത് വെള്ളമൊഴിച്ചു. ആൻഡ് മെന്യൂഡ് എന്നാണ് ഉച്ചാരണം കേട്ടോ. മെന്യൂഡ് ഇറ്റ് എന്ന് വെച്ചാൽ വളം നൽകില്ലേ പെട്ടെന്ന് ചെടി വളരാൻ. സോ മെന്യൂഡ് ഇറ്റ്, അതിന് വളം ഇട്ട് കൊടുത്തു. മെന്യൂഡ് എന്നാണ് വായിക്കുക കേട്ടോ. മെന്യൂഡ് ഇറ്റ് വിത്ത് ആഷ് ആൻഡ് ഡങ്. ആഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാരം, അതുപോലെ തന്നെ ഡങ് എന്ന് പറഞ്ഞാൽ ചാണകം. ചാരവും ചാണകവും അതിന് വളമായി നൽകി. വി ആഡഡ് സം ഹ്യൂമസ്. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ നല്ല വളമയുള്ള മണ്ണ്. ചില മണ്ണ് നല്ല കറുത്തിരിക്കൂലേ, നല്ല മണ്ണ് അവിടെ കുഴിച്ചിട്ടാൽ പെട്ടെന്നുണ്ടാവും. സോ നല്ല മണ്ണ്, ഈ നല്ല വളമയുള്ള മണ്ണ്, ജൈവ മണ്ണ് എന്നൊക്കെ പറയാം, അതാണ് ഹ്യൂമസ്. ഈ ഹ്യൂമസ് ഞങ്ങൾ എന്ത് ചെയ്തു? വി ആഡഡ് സം ഹ്യൂമസ് ആൻഡ് ബോൺ മീൽ ലേറ്റർ. ആ തൈര് അവിടെ കുറച്ച് ജൈവ മണ്ണ് ഇട്ടുകൊടുത്തു, ഹ്യൂമസ് ഇട്ടുകൊടുത്തു. ആൻഡ് ബോൺ മീൽ എന്ന് വെച്ചാൽ എല്ലുപൊടി, അതൊക്കെ വളമ കൊടുക്കുന്ന സാധനം. ബോൺ മീൽ എന്ന് പറഞ്ഞാൽ എല്ലുപൊടിയാണ്. എല്ലുപൊടി അവിടെ ഇട്ട് കൊടുത്തു ലേറ്റർ. ഇൻ നോ ടൈം, പെട്ടെന്ന് തന്നെ, ഇറ്റ് റോസ് ടു ദ സ്കൈ. ആകാശത്തോളം വളർന്നു. അത് കുറച്ച് അതിശയോക്തി കലർത്തി പറയാണ്, പെട്ടെന്ന് വളർന്നു എന്നാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വളർന്നു. ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് കാനോപ്പി. കാനോപ്പി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുമല്ലോ അതിൻ്റെ ഇലകൾ, അങ്ങനെ അത് പടർന്ന് പന്തലിച്ചു. ആൻഡ് ഹിയർ യു ആർ. അങ്ങനെയാണ് ഇതിവിടെ ഉണ്ടായത്. ഈ ഒരു തേന്മാവ് ഇവിടെ ഉണ്ടായതിൻ്റെ പിന്നിലുള്ള ചരിത്രം ഇതാണ്. റഷീദ് സ്മൈൽഡ് പ്ലസന്റ്ലി. സന്തോഷത്തോടെ റഷീദ് പുഞ്ചിരിച്ചു. ആൻഡ് പുട്ട് ഹിസ് ആംസ് അറൗണ്ട് ദ ട്രീ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ ഈ മരത്തിന് ചുറ്റും ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മളിങ്ങനെ കൈയോട് ചേർത്ത് പിടിക്കുന്ന പോലെ ഈ മരത്തെ അങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. ആസ് ഐ ടേൺഡ് ടു ഗോ ഹോം. എഡിറ്റർ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ റഷീദ് സൺ, റഷീദിനെ മകണ്ടല്ലോ, 16 വയസ്സുള്ള മകൻ, കോൾഡ് മീ ഫ്രം ബിഹൈൻഡ്. പിറകിൽ നിന്നും എന്നെ വിളിച്ചു. ഹി ഹെൽഡ് ഇൻ ഹിസ് ഹാൻഡ്. ആ മകൻ കയ്യിൽ എന്തുണ്ടായിരുന്നു? അവൻ്റെ കയ്യിൽ സം മാംഗോസ്, മാങ്ങകൾ ഉണ്ടായിരുന്നു. റാപ്ഡ് ഇൻ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിൽ റാപ്പ് ചെയ്ത പൊതിഞ്ഞ മാങ്ങകൾ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. മദർ ആസ്ക്ഡ് മീ ടു ഗിവ് യു ദീസ്. എൻ്റെ അമ്മ ഇത് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. ഐ സ്മൈൽഡ്. നേരേറ്റർ പുഞ്ചിരിച്ചു.
താങ്ക് യു സൺ, നന്ദി മകനെ എന്ന് പറഞ്ഞു. വി ലിവ് നെക്സ്റ്റ് ഡോർ ടു ഈച്ച് അതർ എന്ന് വെച്ചാൽ നമ്മളെന്താണ് അരികെ അതായത് നെയ്ബേഴ്സാണ്, അയൽവാസികളാണ്, തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നത്. ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ യുവർ നെയിം, പക്ഷെ എനിക്കിപ്പോഴും നിന്റെ പേര് അറിയില്ല. അതിൽ മകൻ പറയാണ്, 16 വയസ്സുള്ള കുട്ടി പറയാണ് യൂസുഫ് സിദ്ദീഖ്. അപ്പോൾ അത്ഭുതത്തോടെ ഇയാൾ ചോദിക്കുകയാണ് നരേറ്റർ, യൂസുഫ് സിദ്ദീഖ്? യെസ് അങ്കിൾ, യൂസുഫ് സിദ്ദീഖ്. അപ്പം ആ മരിച്ചുപോയ ഫക്കീറിൻ്റെ ഓർമ്മക്കായിട്ട് അസ്മയും റഷീദും തൻ്റെ മകനെ യൂസുഫ് സിദ്ദീഖ് എന്ന പേര് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. സോ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.